ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല സൗണ്ട് ഉണ്ടല്ലേ? മഴയാട്ടോ. ഇതൊരു മഴയൊന്നുമില്ലായിരുന്നു. ഞാൻ ക്യാമറയൊക്കെ പൊക്കി പിടിച്ച് വന്നപ്പോൾ മൂപ്പർ എൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതന്നെയാണ് നമ്മളെ വീഡിയോൻ്റെ ഇന്നത്തെ കണ്ടൻറ്റ്, ഗീവ് അവേ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ വിചാരിച്ചൊരു 10K ഒക്കെ ആവുമ്പോൾ നമുക്ക് ഗീവ് അവേ ചെയ്യാമെന്നാണ്. പക്ഷേ എൻ്റെ ചാനൽ 1K ആവാൻ തന്നെ ഒരു 1 ഇയറിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ 10K ആവുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ, നിങ്ങൾക്ക് തരാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന്. ഇപ്പം ഞാൻ കണ്ടൊരു എല്ലാ ക്രാഫ്റ്റ് ചാനലും ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇവർ ഗീവ് അവേ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ 1K ആയപ്പോൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചും, കാരണം 10K ആകുമ്പോൾ ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് ഇന്നാളൊരു കമൻറ്റ് വന്നു, ചേച്ചി എനിക്കൊരു ഗീവ് അവേ തരും, എനിക്ക് ഇതുവരെ ഗീവ് അവേയിൽ പങ്കെടുത്തിട്ട് സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ചെറിയ സങ്കടം തോന്നി. കാരണം ഞാനും പണ്ട് ചാനൽ തുടങ്ങാൻ മുമ്പ് കുറേ ഗീവ് അവേ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ സങ്കടം ഫീൽ ചെയ്യാൻ പറ്റി, കാരണം എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഗീവ് അവേ ചെയ്യാമെന്ന്. പക്ഷേ 10K ആവാൻ കാത്തുനിന്നാൽ നല്ല ലാഗാവുമെന്ന് എനിക്കറിയാം. കാരണം 1K ആവാൻ തന്നെ എത്ര ലാഗായിട്ടുണ്ടെങ്കിൽ 10Kക്ക് എത്ര ലാഗാവും. സോ ഞാൻ വിചാരിച്ചു ഒരു 5Kൻ്റെ ഗീവ് അവേ ചെയ്താലോ, പകുതി വെച്ചെടുക്കാമെന്ന്. എനിക്കിപ്പോൾ 1.26K ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഒരു 5K ആവാൻ നല്ല സമയം എടുക്കും എന്നറിയാം. പക്ഷേ നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേഗം ആക്കാൻ പറ്റും. സോ ഞാൻ ഗീവ് അവേൻ്റെ ഒരു ടൈം ലെങ്ത്ത് വെക്കുന്ന ഒരു മാസമാണ്. കാരണം എൻ്റെ ചാനലിൽ അത്ര ഫേമസ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലായിടത്തേക്കും എത്തിക്കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് വരും. സോ ഒരു മാസം കൊണ്ട് ഒരു ഇതെല്ലായിടത്തും എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പിനെ വെക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ പറ്റിക്കൊന്ന് സ്റ്റഡി ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് വേണമെന്ന് ആലോചിക്കണം, അത് മേടിക്കണം, അത് കിട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റിട്ടേൺ കൂടി തിരിച്ചു തരണം. അപ്പോൾ എന്തായാലും ഒരു മാസം വേണ്ടിയിട്ടും തോന്നും. സോ നിങ്ങളെല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കുക. ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടായാലും. ഞാൻ ഇതുവരെ നോക്കിയ വീഡിയോസിലൊക്കെ 3 ക്രൈറ്റീരിയസ് ആണ് ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വെക്കുന്നത്. ഒന്നാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, രണ്ടാമത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ലൈക്കും കമൻറ്റും ഞാനും പറയുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചാനൽ കയറി നോക്കാം. ചാനൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ ഗീവ് അവേ കിട്ടണം എന്ന് എനിക്ക് ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചെയ്യാതെ പോരുത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, കുറേ ഗീവ് അവേ വെയിറ്റ് ചെയ്യുന്നവർ, അവൾക്കുള്ള ചാൻസാണ് പോവുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് ഗീവ് അവേ കിട്ടി പോവുകയാണെങ്കിൽ ഇവരിപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ ഇതൊരു ഗീവ് അവേ കിട്ടാത്തൊരവസ്ഥയാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഗീവ് അവേ വേണോ വേണ്ടെന്നാൽ കുറേ പേര് വേണമെന്നും കുറച്ച് പേര് വേണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ റിസൾട്ട് ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഡയറക്റ്റ് വോയിസ് കൊടുത്തുള്ള ലോങ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കുറേ അതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവും. കാരണം ബാക്കി വീഡിയോസൊക്കെ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ വോയിസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ തെറ്റുമ്പോൾ ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റായി കിട്ടും. പക്ഷേ ഇതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ആദ്യത്തെ വീഡിയോ അല്ലേ, ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും കൂടെ. ഞാൻ പിന്നെ വിചാരിച്ചിരുന്നു നമ്മളെ ഗീവ് അവേക്ക് നമ്മളെ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കി ഗിഫ്റ്റ് തരാമെന്ന്. പക്ഷേ അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളണമെന്നില്ല. ചിലർക്ക് അതാണ് ഇഷ്ടപ്പെടും, ചിലർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഗീവ് അവേ തന്നെ ഒരു തട്ടിക്കൂട്ടാവണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓൺലൈനിൽ തന്നെ മേടിക്കാൻ വിചാരിച്ചത്. ഇപ്പോൾ പിൻട്രസ്റ്റിനെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് സാധനങ്ങൾ നമ്മൾ യൂട്യൂബിലാണല്ലോ കാണാനുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ആസ്തെറ്റിക്കായിട്ട് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ഗിഫ്റ്റാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ വേണ്ടത് നമുക്കൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം, എന്തൊക്കെ ഗിഫ്റ്റ് നമുക്ക് ഓർഡർ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടി എല്ലാവരുടെ അഭിപ്രായം നോക്കിയിട്ട് നമ്മൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും. കാരണം എൻ്റെ 99% പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ഞാനങ്ങനെ നമുക്ക് സ്റ്റുഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. അതുപോലെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പങ്കെടുക്കുക കേട്ടോ. അപ്പോൾ ശരി, ബൈ.